3.5 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ശബരിമല കേസ് വിധി പറയാൻ സുപ്രീം കോടതി മാറ്റി. 7 ദിവസത്തിനുള്ളിൽ ഹർജിക്കാർക്ക് വാദങ്ങൾ എഴുതി നൽകാം. വാദത്തിനിടെ നാടകീയ സംഭവങ്ങളും കോടതി മുറിക്കുള്ളിൽ അരങ്ങേറി. സർക്കാരും ദേവസ്വം ബോർഡും വിധി നടപ്പിലാക്കണം എന്ന നിലപാടെടുത്തപ്പോൾ എതിർക്കുന്നവരെ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങളും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. സന്തോഷ് സെർലിംഗിന്റെ റിപ്പോർട്ട് കാണാം. രാവിലെ 10:30 തന്നെ ഭരണഘടനാ ബെഞ്ച് ശബരിമല വിഷയം വാദത്തിനെടുത്തു. വാദത്തിന് ആമുഖമായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ആവശ്യപ്പെട്ടത് ഈ സെപ്റ്റംബർ 28 വിധിയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം വാദത്തിൽ പറയുക, അല്ലാതെ മുൻപ് വാദിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 56 പുനഃപരിശോധനാ ഹർജിക്കാരാണ് ആകെയുള്ളത്, കൂടാതെ 4 റിട്ട് ഹർജികൾ. ഇവർക്കെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കുറച്ച് അഭിഭാഷകർക്കായിരുന്നു ഇന്ന് വാദത്തിന് അവസരം ഉണ്ടായതുപോലും. NSSന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മോഹൻ പരാശരൻ വാദം ശബരിമല കേസിൽ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഭരണഘടനയുടെ 15ാം അനുച്ഛേദം വിലയിരുത്തിയിൽ തെറ്റുപറ്റി എന്ന് തുടങ്ങിയാണ് വാദം നടത്തിയത്. പിന്നീട് തന്ത്രി, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കം 11 പേർ വാദം പൂർത്തിയാക്കി. തുടർന്ന് 12 മണിക്ക് ശേഷം സംസ്ഥാന സർക്കാരിനും ഈ ശബരിമല വിധിയെ അനുകൂലിക്കുന്നവർക്കും വേണ്ടിയുള്ള വാദമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം വീണ്ടും 1 മണിക്കൂറോളം വാദം തുടർന്നു. ദേവസ്വം ബോർഡ് ശബരിമല വിധിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയതിനെ ഈ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് നേരത്തെ ഈ സ്ത്രീ പ്രവേശനത്തെ ദേവസ്വം ബോർഡ് എതിർത്തിരുന്നല്ലോ എന്നായിരുന്നു. പക്ഷെ പിന്നീട് വിധി വന്നതിന് ശേഷം തങ്ങൾ ഈ വിധിയെ അനുകൂലിക്കുന്നു എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇന്ദു മൽഹോത്രയാണ് നേരത്തെ വിയോജനക്കുറിപ്പൊക്കെ എഴുതിയത് പോലും. എന്തായാലും വാദം 3.5 മണിക്കൂറിന് ശേഷം പൂർത്തിയാക്കിയ സുപ്രീം കോടതി 2 നിർണായക തീരുമാനങ്ങളാണ് പറഞ്ഞത്. വാദത്തിന് അവസരം ലഭിക്കാത്ത അഭിഭാഷകർക്ക് അവരുടെ വാദമുഖങ്ങൾ എഴുതി നൽകാം. ഇതിന് 7 ദിവസത്തെ സമയമുണ്ട്. വിധി അതിനുശേഷം ഉണ്ടാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതിനിടയിൽ ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ചില അഭിഭാഷകർ വാദിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വെച്ച് ബഹളമൊക്കെ വെച്ചു. പക്ഷെ സുപ്രീം കോടതി പലതവണ ശാന്തരാകാൻ പറഞ്ഞു. എന്നിട്ട് പോലും ശാന്തരാകാത്ത അഭിഭാഷകർക്കെതിരെ കോടതി ഇലക്ഷൻ നടപടികളൊക്കെ എടുക്കുമെന്നൊക്കെ സുപ്രീം കോടതിക്ക് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്ന് നിർണായകമായ ചില പരാമർശങ്ങൾ ഉണ്ടായത് എല്ലാ ആചാരങ്ങൾക്കും മുകളിലാണ് ഭരണഘടനാ അവകാശം എന്ന്. ബജറ്റിൽ വൻ ഇളവുകളും ജനക്ഷേമ പ്രഖ്യാപനങ്ങളും നടത്തി ധനമന്ത്രി തോമസ് ഐസക്. ഇടുക്കി ജില്ലയ്ക്ക് 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. 1% പ്രളയ സെസ് ഉടൻ പ്രാബല്യത്തിൽ വരില്ല. ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധന നികുതി 5% കുറച്ചു. ബജറ്റ് പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് ധനമന്ത്രിയുടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ. ജീവന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NSS ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ സമർപ്പിച്ച ഹർജി 56 പുനഃപരിശോധനാ ഹർജികളായിരുന്നു. ഇതിൽ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള വാദങ്ങളായിരുന്നു വിധി പുനഃപരിശോധിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചാര്യം ശബരിമലയുടെ മാത്രം പ്രത്യേകതയാണ്, അത് ഒരു പ്രത്യേക അവകാശമായി പരിഗണിച്ചുകൊണ്ട് വിധി പുനഃപരിശോധിക്കണമെന്ന് NSS ഉൾപ്പെടെയുള്ള വിവിധ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ചൂണ്ടിക്കാണിച്ചത് അയ്യപ്പ ഭക്തരെ പ്രത്യേക മതവിഭാഗമായി പരിഗണിക്കണമെന്നുള്ളതായിരുന്നു. പ്രത്യേക മതവിഭാഗമായി പരിഗണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഈ ഒരു വാദമൊക്കെ തന്നെ മുൻപ് ശബരിമല വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിലക്കെന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ല, മറിച്ച് വിഗ്രഹത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ള ഒരു ചൂണ്ടിക്കാട്ടലും വാദം എന്നുള്ള നിലയിൽ ഇന്ന് ശബരിമല വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ഭരണഘടനയെ തെറ്റായ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നേരത്തെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് എന്നുള്ള വാദവും വിവിധ അഭിഭാഷകരൊക്കെ തന്നെ ഉന്നയിച്ചു. ഭരണഘടനയുടെ 15ാം വകുപ്പ് വിലയിരുത്തുന്നതിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനവും അതുപോലെ തന്നെ ഇവർ ഉന്നയിച്ചു. 15, 17, 25 വകുപ്പുകളെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും പിഴവ് സംഭവിച്ചു എന്നുള്ള ഒരു വാദമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ സർക്കാർ ഈ വിധിയിൽ പിഴവില്ല, ഈ വിധിയെ തിരുത്താൻ മാത്രമുള്ള വാദങ്ങൾ ഇപ്പോൾ പുനഃപരിശോധനാ ഹർജിക്കാർ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വിധി തുല്യത ഉയർത്തിപ്പിടിക്കുന്നതാണ്, വിധിക്ക് ആധാരം തുല്യതയാണ് എന്നുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചു. അതുപോലെ തന്നെ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തൊട്ടുകൂടായ്മയല്ല, മറിച്ച് തുല്യതയാണ് ഈ വിധിയുടെ ആധാരം എന്നുള്ളത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബജറ്റിൽ വൻ ഇളവുകളും ജനക്ഷേമ പ്രഖ്യാപനങ്ങളും നടത്തി ധനമന്ത്രി തോമസ് ഐസക്. ഇടുക്കി ജില്ലയ്ക്ക് 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. 1% പ്രളയ സെസ് ഉടൻ പ്രാബല്യത്തിൽ വരില്ല. ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധന നികുതി 5% കുറച്ചു. ബജറ്റ് പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് ധനമന്ത്രിയുടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ. വിവരങ്ങൾ ജീവൻ നൽകും. ബജറ്റിന്റെ പൊതുചർച്ചയ്ക്കുള്ള മറുപടി ജനക്ഷേമ പ്രഖ്യാപനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അപ്രതീക്ഷിത നീക്കം
പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല വിമർശകരുടെയും വായടപ്പിക്കുന്ന ഒന്നായിരുന്നു. പ്രളയം തകർത്തെറിഞ്ഞ ഇടുക്കി ജില്ലയ്ക്ക് 5000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജാണ് മന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കിഫ്ബി, റീബിൽഡ് കേരള എന്നിവ ചേർന്നാവും സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുക. വരുന്ന 3 കൊല്ലം കൊണ്ട് പദ്ധതി നടപ്പിൽ വരുത്തുമെന്ന് മന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞു. ഇടുക്കിക്ക് 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കേണ്ട 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. 2019-20 550 കോടി രൂപ സംസ്ഥാന പ്ലാനിൽ നിന്നും, 100 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും, 350 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും, 250 കോടി രൂപ കിഫ്ബിയിൽ നിന്നും, 250 കോടി രൂപ റീബിൽഡ് കേരള തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും അഡീഷണൽ ആയിട്ട് 250 കോടി രൂപ കൂടി ഇടുക്കിക്ക് ഈ വർഷം വകയിരുത്തുകയാണ്. GST 5% മുകളിലുള്ളവർക്ക് 1% പ്രളയ സെസ് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉടൻ ഉണ്ടാവില്ല. വിജ്ഞാപന തീയതി മുതൽ മാത്രമേ തീരുമാനം നടപ്പിലാകുകയുള്ളൂ. പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിയിരുന്നൊരു വിമർശനം, പ്രളയത്തിന്റെ കെടുതികളിൽ നട്ടം തിരിയുന്ന കേരളീയരുടെ പുറത്ത് അമിതമായ നികുതി ഭാരമാണ് പ്രളയ സെസ്സിലൂടെ മന്ത്രി തോമസ് ഐസക് ചുമത്തിയിരിക്കുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ വിജ്ഞാപനം ഇറങ്ങുന്നത് ഏപ്രിൽ മാസമായതിനാൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം. എല്ലാത്തരം വിജ്ഞാപനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ വിജ്ഞാപനം പുറത്തിറക്കാനാവൂ. അതുകൊണ്ട് തന്നെ വരുന്ന ഏപ്രിലിൽ പ്രളയ സെസ് പിരിക്കുന്ന വിജ്ഞാപനം ഇറങ്ങാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് അംഗനവാടി ആശാ വർക്കർമാരുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകരുടെ ശമ്പളം 18,500 രൂപയാക്കി. അതോടൊപ്പം തന്നെ സ്കൂളിലെ പാചകവാതക തൊഴിലാളികളുടെ ശമ്പളം 500 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. SC/ST വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് 25% വർധനവാണ് മന്ത്രി തോമസ് ഐസക് വരുത്തിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് 25% ഉയർത്തുന്നു. പ്രാദേശിക പത്രപ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എറണാകുളത്ത് പണ്ഡിറ്റ് KP കറുപ്പൻ സ്മാരക നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപ പ്രത്യേകമായിട്ട് വകയിരുത്തി. വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് അയ്യങ്കാളി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളായി മാറ്റണമെന്ന് ബഡ്ജറ്റ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സഭയ്ക്ക് ഞാൻ ഉറപ്പ് നൽകി. എന്നാൽ ദളിത് ക്രൈസ്തവർക്ക് വകയിരുത്തൽ അപര്യാപ്തമാണെന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. 10 കോടി രൂപയാണ് ഇപ്പോൾ അവരുടെ കോർപ്പറേഷന് വകയിരുത്തിയിട്ടുള്ളത്. അത് 20 കോടി രൂപയായിട്ട് വിപണി ഇടപെടലിന്റെ വലിയ കുത്തൊഴുക്കാണ് മന്ത്രി തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. റേഷൻ സബ്സിഡിക്കായി 1035 കോടിയും, നെല്ല് സംഭരണത്തിനായി 525 കോടിയും, കൺസ്യൂമർ ഫെഡിനായി 100 കോടിയും, ഒപ്പം നേരത്തെ കൊടുത്തത് കൂടാതെ സപ്ലൈകോയ്ക്ക് 50 കോടി രൂപയും അധികമായി നൽകി. ആഭ്യന്തര വിമാന സർവീസുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നികുതി നിരക്ക് 28-ൽ നിന്നും 5% കുറയ്ക്കുകയും ചെയ്തു. പ്രതിപക്ഷവും വിമർശകരും പ്രധാനമായി ഉന്നയിച്ചത് തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റ് വിലക്കയറ്റമുണ്ടാക്കുന്നതാണ് എന്നതായിരുന്നു. എന്നാൽ അതിനുള്ള ശക്തമായ മറുപടി നൽകുന്നതായിരുന്നു തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റ് മറുപടി പ്രസംഗം. വയനാട് ലോക്സഭാ സീറ്റിൽ മലബാറിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി അംഗീകരിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. AICC നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളും പ്രമേയത്തെ പിന്തുണച്ചു. മേഘയുടെ റിപ്പോർട്ട് കാണാം. വയനാട്ടിൽ ലോക്സഭാ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി നടക്കുമ്പോൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പുറത്തു വന്നിരിക്കുന്നത്. വയനാട് മണ്ഡലത്തിലേക്ക് മലബാറിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിൽ പറയുന്നത്. നിരവധി കഴിവുള്ള നേതാക്കൾ മലബാറിന് ഉള്ളിൽ തന്നെയുണ്ട്. അനുഭവ സമ്പത്തുള്ള നേതാക്കൾ മലബാറിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരു നേതാക്കളെയും വയനാട്ടിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവരേണ്ട എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം വ്യക്തമാക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പുറത്തുനിന്ന് നേതാക്കളെ കെട്ടിയിറക്കേണ്ട എന്നതാണ് പ്രമേയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് ചേർന്ന യോഗത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന 7 യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. ഇവരൊക്കെ തന്നെയും ഈ പ്രമേയത്തെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രമേയം ശക്തമായി തന്നെ പറയുന്നു, മലബാറിന് പുറത്തു നിന്നുള്ള നേതാക്കളെ മണ്ഡലത്തിലേക്ക് ഇത്തവണ മത്സരിക്കാൻ കൊണ്ടുവരേണ്ട എന്ന് തന്നെയാണ്.
ആവശ്യവുമായാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി രവീന്ദ്ര ദാസ് പങ്കെടുത്ത യോഗത്തിൽ കൂടെയാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ എത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു ദേശീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നിൽ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് ഈ വയനാട് സീറ്റിനായി പ്രധാനമായും രംഗത്തുള്ളത്. നേരത്തെ മരണപ്പെട്ട MI ഷാനവാസിന്റെ മകളെയും പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ, മത്സരിപ്പിക്കണം എന്ന തരത്തിലുള്ള ഒരു ആവശ്യം നേരത്തെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒക്കെ തന്നെയും ഈ വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനെല്ലാം തടയിടുക, ഇത്തരം ആശങ്കകൾക്ക് അല്ലെങ്കിൽ ഇത്തരം തുടക്കങ്ങൾക്കൊക്കെ തന്നെയും തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മലബാറിന് പുറത്തു നിന്നുള്ള ഒരു നേതാക്കളെയും വയനാട്ടിലേക്ക് മത്സരിപ്പിക്കാൻ കൊണ്ടുവരേണ്ട എന്നൊരു പ്രമേയം യൂത്ത് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തിയ ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ദേവസ്വം ബോർഡ് റിവ്യൂ ഹർജി നൽകിയതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നു. ദേവസ്വം ബോർഡ് സമർപ്പിച്ചത് വിധി നടപ്പിലാക്കുന്നതിന് കൂടുതൽ സമയം തേടിക്കൊണ്ടുള്ള സാവകാശ ഹർജിയായിരുന്നു. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ തികച്ചും തെറ്റിദ്ധാരണാജനകമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഉമ്മൻചാണ്ടി അല്പസമയങ്ങൾക്ക് മുൻപ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. യുവതീ പ്രവേശന വിധിക്കെതിരെ സർക്കാരോ ദേവസ്വം ബോർഡോ ഒരു തരത്തിലുള്ള ഹർജിയും നൽകിയിട്ടില്ല എന്നത്, ഏതെങ്കിലും തരത്തിലുള്ള റിവ്യൂ ഹർജി നൽകിയിട്ടില്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ദേവസ്വം ബോർഡ് നൽകിയത് സാവകാശ ഹർജിയാണ് എന്നിരിക്കെ റിവ്യൂ ഹർജി നൽകി എന്ന് ഉമ്മൻചാണ്ടി എഴുതിയിരിക്കുന്നത് തികച്ചും തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് വ്യക്തം. ഉമ്മൻചാണ്ടിയെ പോലെ ഏതാണ്ട് 50 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന നിയമസഭാ പരിജ്ഞാനമുള്ള അല്ലെങ്കിൽ ദീർഘകാലം മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാമായിരുന്ന പാർലമെന്ററി നടപടിക്രമങ്ങളെയും കോടതി നടപടിക്രമങ്ങളെയും ഒക്കെ പറ്റി വളരെ അവഗാഹമായ അറിവുള്ള ഒരു വ്യക്തി ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു പോസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്ക് ഉപയോഗിക്കുക എന്നത് വിശ്വാസികളുടെ ഏതെങ്കിലും തരത്തിൽ വ്രണപ്പെട്ട അവരുടെ വികാരത്തെ ആളിക്കത്തിക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നത് തികച്ചും വ്യക്തമാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്ന മറ്റു വിഷയങ്ങൾ ഇങ്ങനെയാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് നടത്തിയ മലക്കം മറിച്ചിൽ ഏവരെയും ഞെട്ടിച്ചു എന്നാണ് ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ യുവതികളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധിക്കെതിരെ റിവ്യൂ നൽകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും കോടതിയുടെ വിധി എന്താണോ അത് നടപ്പിലാക്കുക